നമസ്കാരം. ശ്രീലങ്കയിലെ കൊളംബോയിലാണ്. രാവിലെ തന്നെ ഇവിടത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ഹോട്ടൽ റൂമിന്റെ ഭാഗത്തുനിന്ന് ഈ തൊട്ട് മുന്നിലേക്കുള്ള വഴി തന്നെ നടന്നു പോകാമെന്ന് കരുതി ഇതേ ഒരു ഓട്ടോ ഒക്കെ കടന്നു വരികയാണ്. ഇവിടെയാണ് നല്ല നൈറ്റ് ലൈഫ് ഉള്ളത്. ഇന്നലെ രാത്രി 1 മണി നേരത്തൊക്കെ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പബ്ബും റെസ്റ്റോറൻ്റൊക്കെയാണ് ഈ ഭാഗത്ത് കൂടുതലായും. പിന്നെ ഇവിടെ തന്നെ ഒരു കെട്ടിടമുണ്ട്. അതിൻ്റെ മുന്നിലായി ഒരുപാട് ഫ്ലാഗുകൾ കാണാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്ലാഗും ഇവിടെ തല ഉയർത്തി തന്നെയുണ്ട്. ഈ കൊളംബോയിലൊരു നല്ലൊരു സ്ട്രീറ്റാണിത്. ഇതൊക്കെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തുള്ളതാണ്. കണ്ട ഓരോ പരിപാടിയും നല്ല രാത്രിക്ക് ഇവിടെ ഉണ്ടായിരുന്നു. നല്ല വൃത്തിയുള്ളൊരു ഭാഗമാണിത്. കുറച്ച് എക്സ്പെൻസീവ് ഏരിയ ആണിത്. ഇവിടുന്ന് നമുക്കിനിയിപ്പോൾ റൈറ്റിലേക്ക് പോവാം. ഇവിടെ തന്നെയാണ് ബർഗർ കിങ് ഒക്കെ ഉള്ളത്. പിന്നെ ഇവിടുത്തെ ഓരോ കെട്ടിടത്തിനും ഓരോ പ്രത്യേകതയാണ്. നല്ലൊരു വാസ്തുവിദ്യയിൽ തന്നെയാണ് ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഒരുപാട് പഴക്കമുള്ളൊരു കെട്ടിടമാണ്. ഇവിടെയാണ് കൊളംബോയിലെ ക്ലോക്ക് ടവർ. വണ്ടി പാർക്ക് ചെയ്യാൻ സെപ്പറേറ്റ് സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. ചതം സ്ട്രീറ്റ് ആണിത്. പിന്നെ ഇവിടുന്ന് നേരെ കാണുന്ന ആ ഒരു വഴിയില്ലേ, അത് നേരെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീച്ചിന്റെ ഭാഗത്തേക്ക് പോവാം. ഇനി ഇതുവഴി നേരെ നടക്കാം. ടൊയോട്ടോന്റെ വണ്ടികൾ ഒരുപാടുണ്ട്. പിന്നെ എവിടെയും അങ്ങനെ തോന്നിയ രീതിയിലുള്ള വലിയ ഫ്ലക്സുകളൊന്നുമില്ല. നല്ല നീറ്റാണ്. പിന്നെ ഒരുപാട് സ്ഥലത്ത് റെസ്റ്റോറൻ്റ് ഉണ്ട്. അതുകൊണ്ട് അതിലൊന്നും ഒരു ടെൻഷനും ഇല്ല. സമയം 8:30 കഴിഞ്ഞു. ഇനിയിപ്പോൾ രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി ഭാഗത്തേക്ക് പോകാമെന്ന് കരുതി. ഇവിടെ തന്നെ ഒരു നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ പോയിട്ട് തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാം. ചെറിയ രീതിയിൽ മഴക്കാറും ഉണ്ട്. മഴ ഇവിടെ ഉച്ചയ്ക്ക് ശേഷമാണ്. അത് വലിയ മഴയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചാറിപ്പോവും. പിന്നെ ഈ തൊട്ട് മുന്നിലാണ് മെയിൻ റോഡ്. ബസ്സുകളൊക്കെ അതുവഴിയാണ്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നവീനിത ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ്. ആദ്യം വന്ന് ഇവിടെ ബില്ല് ചെയ്യണം. ഇടിയപ്പം ഉണ്ട്, പുട്ടുണ്ട്, ദോശയുണ്ട്, ഇഡ്ഡലിയുണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങൾ ഇടിയപ്പമാണ് പറഞ്ഞത്. ഇടിയപ്പവും മീൻകറി. ഇവിടെ നല്ല ഫ്രഷ് മീൻകറി കിട്ടും. മീൻ കറി കിട്ടും, മീൻ ഫ്രൈ കിട്ടും, എല്ലാം കിട്ടും. പിന്നെ ഒരുപാട് പപ്സ്, അതുപോലെ തന്നെ ചിക്കൻ റോള്, അതൊക്കെ ഇവിടെ ഇതിൻ്റെ അകത്ത് അതൊക്കെയാണുള്ളത്. നല്ല വൃത്തിയുള്ളൊരു ഹോട്ടൽ തന്നെയാണ്. ഇതേ ഫുഡും കൊണ്ട് നവി വരികയാണ്. എല്ലാം നവി തന്നെ ചെയ്യണം അല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഭക്ഷണം. ഇത് നല്ല അരച്ചിട്ടായൊരു മീൻ കറി. കുറേ നാളത്തിന് ശേഷമല്ലേ മീൻ കറി കഴിക്കുന്നത്? ഒരുപാട് നാളായി. അപ്പോൾ ഇതാ 2 പ്ലേറ്റിലേക്ക് എടുത്തോ. ആദ്യം ഒരു പ്ലേറ്റ് മാത്രമേ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു വാങ്ങി. എന്തായാലും നീ തന്നെ സെർവ് ചെയ്ത് തന്നോ. അതാ ഭാഗത്ത് വെച്ചോ. ഇടിയപ്പം എങ്ങനെയാണത്? എത്ര ഇതുണ്ടാവും? ഇടിയപ്പം 1 2 3 4 5 6 7 8 9 10 ഉണ്ടാവും. നല്ലോണം ഉണ്ട് കേട്ടോ. അറിയില്ലായിരുന്നു. അപ്പോൾ അതാ വലിയൊരു പീസ് മീൻ തന്നെ ഉണ്ട്. ഇത് ഏത് മീനാ? മീനിന്റെ പേരൊന്നും അറിയില്ല. ഏതോ വലിയ ടൈപ്പ് മീൻ തന്നെയാണ് കേട്ടോ. കറി വരണം മതിയല്ലേ? കറി ഒരെണ്ണം മതി. പിന്നെ അത് തന്നെ ധാരാളമായിട്ടുണ്ട്. കഴിക്കാതെ നല്ല ഭക്ഷണമായിരുന്നു. നല്ല കിടിലൻ മീൻകറി ആയിരുന്നു. 550 ശ്രീലങ്കൻ റുപ്പീസാണ് അതിനായത്. അതായത് ഇന്ത്യൻ രൂപയിലേക്ക് വരുമ്പോൾ ഒരു
157 രൂപ. ചീപ്പാണ്, നല്ല ക്വാളിറ്റി ഫുഡുമാണ്. ഇനിയിപ്പം ഈ ഒരു ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആ തൊട്ട് മുന്നിലൊക്കെ ഹോട്ടലുകളാണ്. ഇതിലൂടെയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ടത്. നമുക്കിനി നേരെ ഇതുവഴി നടക്കാം. ഇത് ഇവിടുത്തെ ലോട്ടറി ആണെന്ന് തോന്നുന്നു. അതെ, ഇത് ലോട്ടറി തന്നെയാണ്, ശ്രീലങ്കൻ ലോട്ടറീസ്. ഇത് ഇന്നത്തെ ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് എടുക്കൊക്കെ ചെയ്യായിരുന്നു അല്ലേ, ഈ ശ്രീലങ്ക എത്തിയിട്ട് ഒരു ലോട്ടറി അല്ലേ? നാട്ടിൽ നിന്ന് ലോട്ടറി എടുപ്പൊക്കെ കുറവാണ്, ഇവിടെ എത്തിയിട്ട് എടുക്കാമല്ലോ, നല്ലതല്ലേ? അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ലോട്ടറി സ്റ്റാള്. എല്ലാം ആ ഭാഗത്തൊക്കെ കണ്ടിരുന്നു, ആ റെയിൽവേ സ്റ്റേഷൻ പോകുന്ന ഭാഗത്തൊക്കെ. അപ്പോൾ ഇത് ലോട്ടറിൻ്റെ ആണ്. അത് ശരി. സെൽഫ് ബാങ്കിങ്. സ്ട്രീറ്റിലൊന്നും ആൾക്കാരേ ഇല്ല, പിന്നെ രാവിലെ ആണല്ലോ. അത് മാത്രമല്ല ഇന്നൊരു ഞായറാഴ്ച കൂടിയാണ്, വർക്കിംഗ് ഡേയ്സ് അല്ലല്ലോ. അതും ഒരു കാര്യമാണ്. റോഡൊക്കെ കണ്ട അടിപൊളിയാണ്. അതായത് 2 വരി 4 വരി പാതയാണ്. ഇതിലൂടെ ബസ് പോവില്ല. ബസ് മുഴുവനും ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു റോഡ് കാണിച്ചില്ലേ, അതുവഴിയാ പോവുക. ഇവിടുത്തെ ഓരോ കെട്ടിടങ്ങളൊക്കെ കണ്ട അടിപൊളിയാണ്. എന്ത് വൃത്തിയാണെന്ന് നോക്കിയേ ഈ ഒരു ഭാഗമൊക്കെ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായാലും നല്ല സ്പേസാണ് ഇവിടെ. ഇതൊരു ടീ ഷോപ്പാണ് ഈ തൊട്ട് മുന്നിൽ കാണുന്നത്. എല്ലായിടത്തും ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട്. ഇവിടെ ഓട്ടോനെ പറയാ ടുക് ടുക്ക് എന്ന്. ഒരു വെറൈറ്റി കാറാണല്ലോ ഇത്, നല്ല ലുക്ക് വണ്ടി. ഇതിന്റെ അകത്തുനിന്ന് ഒരുപാട് പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. WP ഇവിടുത്തെ നമ്പർ പ്ലേറ്റിന്റെ ഒരു കാര്യം പറയാം. ഇവിടെ CP എന്നാണല്ലോ ആദ്യം ഉള്ളത്, കണ്ടോ? CP എന്നാണ്. അതുപോലെ തന്നെ ഇവിടെ WP. അതിനൊക്കെ ഒരു റീസൺ ഉണ്ട്. അതായത് WP എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ പ്രൊവിൻസ്. ഈ ശ്രീലങ്കേനെ 9 പ്രൊവിൻസ് ആയിട്ട് തരംതിരിച്ചിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ആ ഒരു ഇതാണ് നമ്പർ പ്ലേറ്റിൽ ആദ്യമായിട്ട്. നമ്മൾ ഇന്ത്യയിൽ KL TN ഒക്കെ അല്ലേ പറയുന്നത്. അതായത് CP എന്ന് പറഞ്ഞാൽ സെൻട്രൽ പ്രൊവിൻസ്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ. വളരെ പഴക്കം ചെന്നൊരു കെട്ടിടങ്ങളാണിത്. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്കും റോഡുകൾ പോകുന്നത് കാണാം. ഇപ്പം ഇവിടെ ട്രാഫിക്കൊന്നും ഇല്ല. യോർക്ക് സ്ട്രീറ്റ് ആണത്. സ്ട്രീറ്റിനൊക്കെ ഓരോരോ പേരുണ്ട്. ഈ ഭാഗത്ത് ഒരുപാട് ഹോട്ടൽസ് ഒക്കെ ഉണ്ട്. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്. അതിന്റെ ആ ഒരു ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നത്. ഇവിടെ ബാങ്ക് ഓഫ് ചൈന കാണാം, അതിന്റെ ആ ഒരു കെട്ടിടമാണ്. പക്ഷെ അതൊക്കെ ഓപ്പൺ ആണ് ഇവിടെ. ഈ കാണുന്നതില്ലേ, ഇത് ഇവിടുത്തെ ഗവൺമെന്റ് ബസ്സാണ്. അതായത് SLTB എന്ന് പറയും. ഈ ചുവന്ന കളറാണ് ഇവിടുത്തെ ശ്രീലങ്കൻ ഗവൺമെന്റിന്റെ ട്രാൻസ്പോർട്ട് ബസ്. അതായത് ലങ്ക അശോക് ലൈലാൻഡ് എന്നാണ് ആ ഒരു ഇതിന്റെ പേര്. കണ്ട, അശോക് ലൈലാൻഡ് അല്ല, ലങ്ക അശോക് ലൈലാൻഡ്. ബസ്സുകൾ കാണാൻ പ്രത്യേക ഭംഗി തന്നെയാണിത്. ഇവിടെ തന്നെയാണ് റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള ബസ് സ്റ്റാൻഡ്. കൊളംബോയിൽ തന്നെ ഒരുപാട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്.
കൊളംബോ ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ ഇവിടെയാണ്. അപ്പോൾ ഫോർട്ട് ബസ് സ്റ്റേഷനും ഇവിടെ തന്നെയാണ്, അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള. നല്ലൊരു തിരക്കേറിയ ഭാഗമാണിത്. ഓരോരോ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളെ കാണാം. പിന്നെ ഇവിടുത്തെ ബസ്സുകളിൽ സിംഹള, ഇംഗ്ലീഷ്, തമിഴ് എന്നീ ഭാഷകളിൽ സ്ഥലപ്പേരുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് വരുന്നവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. എന്താ കണ്ടാ ഇവിടെ ബസ്സിൻ്റെ പേരും അല്ല പോകേണ്ട സ്ഥലത്തേക്കുള്ള ഒരു ഇതൊക്കെ എഴുതിയത്. റെയിൽവേ സ്റ്റേഷൻ അവിടെയാണ്. ആ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് പുറകിലായിട്ട് കാണുന്നതില്ലേ, അതാണ് ലോട്ടസ് ടവർ. റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് ഇനി പോകണമെങ്കിൽ ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്താൽ മതി. പിന്നെ ഇവിടെ തന്നെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. കൂടുതലും മൊബൈൽ ആക്സസറീസ് കിട്ടുന്നതാണ്. വാച്ചസ് ഒക്കെ ഉണ്ട്. ഗ്ലാസുകള് എല്ലാം ഉണ്ട് ഇവിടെ. പലതും ഓപ്പണായി വരുന്നതേ ഉള്ളൂ. ഈ ഭാഗത്ത് ഹോട്ടൽസ് ഇല്ല, കുറച്ച് മാറിയിട്ടാണ് ഹോട്ടൽസുകളൊക്കെ ഉള്ളത്. എയർടെൽ 4G സിം, ശ്രീലങ്കൻ്റെ ജേഴ്സി ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ഇവിടെ ക്യാപ്പുകളൊക്കെ ഉണ്ട്. പേട്ട മാർക്കറ്റൊക്കെ ഈ ഭാഗത്തേക്കാണ്. ഈ ചേട്ടന് മലയാളം അറിയാം അല്ലേ? മലയാളം അറിയോ? അതെയാ. മലയാളം, ഹിന്ദി, ഉറുദു, അറബ്. മലയാളം എവിടുന്ന് പഠിച്ചത്? സൗദിന്ന്. മലയാളി. ഓ, ഇപ്പൊ മലയാളമൊക്കെ നല്ല രീതിയിൽ അറിയാം. എല്ലാം അറിയാ ചേട്ടന്. ഓക്കെ എന്നാ. നല്ല ഫ്രണ്ട്ലി ആണ് ഇവിടുത്തെ അല്ലെ ഓട്ടോറിക്ഷ ഡ്രൈവർ ആയാലും എല്ലാവരും അടിപൊളിയാണ്. കാസർഗോഡ് ഇവിടെയാണ് കൊളംബോ ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ. ഒരുപാട് ട്രെയിനുകൾ ഈ സമയത്ത് ഇപ്പോൾ പുറപ്പെടാനുണ്ട്. പേട്ട മാർക്കറ്റിലേക്ക് നമുക്ക് ഇതുവഴിയും പോവാം. അതായത് ശ്രീലങ്കയിലെ കൊളംബോയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റാണ് പേട്ട മാർക്കറ്റ്. അതിന് മറ്റു ഭാഗങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. നമുക്ക് ഇതുവഴി പോവാം. നമ്മൾ അന്ന് പോയ വഴി പോകുന്നില്ല. ഷോപ്പുകളൊക്കെ ഓപ്പണായി വരികയാണ് ഇവിടെ. ഞങ്ങൾ ആദ്യം വന്ന സമയത്ത് കൊളംബോയിൽ, അതായത് ചെന്നൈയിൽ നിന്ന് കൊളംബോയിലേക്ക് ഫ്ലൈറ്റ് കയറി വന്നപ്പം ഈ ഭാഗത്തു നിന്നാണ് ഫുഡ് കഴിച്ചത്. കുഴപ്പമൊന്നുമില്ല ഇവിടുത്തെ ഫുഡൊന്നും. പേട്ട മാർക്കറ്റാണിത്. വൈകുന്നേരം തന്നെയാണ് ആൾക്കാർ കൂടുതലായിട്ടും വരിക. രാവിലെയൊക്കെ ആൾക്കാർ തീരെ കുറവാണ്. മൊബൈലിൻ്റെ കവറുകളൊക്കെ അവൈലബിൾ ആണ്. ഒരുപാട് ഭാഗത്തായിട്ടുണ്ട്. ഏത് ഭാഗം വഴി വേണമെങ്കിൽ നടക്കാം. ഇവിടുന്ന് റൈറ്റിലേക്ക് പോവാം, ലെഫ്റ്റിലേക്ക് പോവാം, സ്ട്രെയിറ്റ് പോവാം. ഇത് എവിടത്തോട്ടും ഉണ്ട്. ഈ ഭാഗത്തേക്കും പോവാം. നമുക്ക് എന്തായാലും സ്ട്രെയിറ്റ് പോവാം. ഇവിടെ ലോഡ്ജുകളും ചെറിയ ഹോട്ടലുകളൊക്കെ ഉണ്ട്. തിരക്കാണ് ഇവിടെ.
കൂടുതലും ഇവിടെ ഉള്ളത് ഇപ്പോൾ ടൂറിസ്റ്റുകൾ തന്നെയാണ്. ഒരുപാട് രാജ്യത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. വൈകുന്നേരം തന്നെയാണ് ഇവിടെ നിങ്ങൾ വരികയാണെങ്കിൽ വരേണ്ടത്. കാരണം എന്നാൽ മാത്രമേ ഒരു ഷോപ്പുകളൊക്കെ മുഴുവനായിട്ടും തുറന്നത് കാണാനായിട്ട് സാധിക്കുള്ളൂ. പേട്ട മാർക്കറ്റിൽ തന്നെ നല്ലൊരു മസ്ജിദ് കാണാനുണ്ട്. നേരിന് അങ്ങോട്ടാണ് പോകുന്നത്. 200 മീറ്ററേ ഉള്ളൂ. ഈ സ്ട്രീറ്റ് നേരെ നടന്നെത്തുന്നത് മസ്ജിദിൻ്റെ ഭാഗത്തേക്ക് തന്നെയാണ്. കൊളംബോയിലെ വളരെ പഴക്കം ചെന്ന മസ്ജിദുകളിൽ ഒന്നാണിത്. 1909 ഇതിൻ്റെ പണി പൂർത്തിയായത്. ചുവപ്പ് കളറിലാണ് മസ്ജിദ് ഉള്ളത്. റെഡ് മസ്ജിദ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതിൻ്റെ മുന്നിൽ ധാരാളം പേർ ഫോട്ടോ എടുക്കാനുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കയറാൻ കഴിയില്ല. നമുക്ക് പുറത്തുനിന്ന് ഇതൊക്കെ കണ്ടിട്ട് തന്നെ പോവാം. ഈ ഭാഗത്ത് വലിയ തിരക്കൊന്നുമില്ല. ഇവിടുന്ന് ഇനിയിപ്പോൾ നല്ല തിരക്കുള്ളൊരു ഏരിയ ഉണ്ട്. അവിടത്തേക്കാണ് ഇനി അടുത്തത് പോകുന്നത്. ഇതെല്ലാം പേട്ട മാർക്കറ്റിന്റെ ഭാഗങ്ങൾ തന്നെയാണ്. ഇതാണ് നേരത്തെ കണ്ടതിൽ കാട്ടിയും കൂടുതൽ തിരക്കുള്ള ഒരു ഭാഗം. ഇവിടുത്തെ ഷോപ്പുകളെല്ലാം ആക്റ്റീവാണ്. മഴയൊക്കെ പെയ്താലാണ് ഈ ഭാഗത്തെ കച്ചവടക്കാരുടെ ഒരു ദുരിതം. മുഴുവൻ നനയുമല്ലോ. പിന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരും ഉണ്ടാവില്ല. ഇപ്പൊ പോയ സ്കോർപിയോ പോലീസാണ്. മസ്ജിദിന്റെ അവിടെ നിന്ന് ഒരു 400 മീറ്റർ നടന്നാൽ ഇവിടെ ഒരു ക്രിസ്ത്യൻ പള്ളി കാണാം. ഇത് മെയിൻ റോഡിന്റെ തൊട്ട് മുന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ശ്രീലങ്കയിൽ ഏറ്റവും കൂടുതലുള്ള മതവിഭാഗം എന്ന് പറഞ്ഞാൽ ബുദ്ധിസമാണ്. ബുദ്ധിസം കഴിഞ്ഞാൽ ഹിന്ദു കഴിഞ്ഞാൽ വരുന്നത് മുസ്ലിമാണ്. മുസ്ലിം കഴിഞ്ഞാലാണ് ക്രിസ്ത്യൻ വരുന്നത്. ഈ ഒരു മതവിഭാഗങ്ങളാണ് മെജോറിറ്റി ആയിട്ട് ശ്രീലങ്കയിലുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും അധികം ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ സിംഹളയാണ്. പിന്നീട് തമിഴ്. പിന്നെ ഇവിടെ അത്യാവശ്യം ആൾക്കാർക്കൊക്കെ ഇംഗ്ലീഷും കൂടി അറിയാം. പിന്നെ തമിഴ് അറിയാത്തവരുണ്ട്, തമിഴ് അറിയുന്നവരുണ്ട്. പിന്നെ നമ്മൾക്ക് ഇപ്പോൾ അത്യാവശ്യം തമിഴ് അറിയുന്നതുകൊണ്ട് ഇവിടെ കമ്മ്യൂണിക്കേഷൻ എളുപ്പമാണ്. ഞങ്ങളിനി ലോട്ടസ് ടവറിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. നടന്നു പോകാൻ നല്ല വഴിയാണ്. അധികം തിരക്കൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇനി ഒരു പാലമൊക്കെ കയറി വഴി അങ്ങനെ വളഞ്ഞു പോകണം. വളരെ പഴക്കം ചെന്നൊരു പാലങ്ങൾ തന്നെയാണ് ഇതൊക്കെ. വെള്ളത്തിന്റെ കളർ കണ്ട പച്ചയാണ്, പ്യുവർ പച്ച. ഇതാ എന്തായാലും ഇങ്ങനത്തെ എല്ലാം നല്ല സ്ഥലങ്ങളില്ലേ. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പേട്ട. അപ്പം അതിലൂടെ ട്രെയിനും കടന്നു പോകുന്നുണ്ട്. ഞങ്ങൾ നേരെ അതിലൂടെ കയറി അവിടെ വന്നു. അവിടുന്ന് വീണ്ടും തിരിച്ച് ഇതുവഴി വന്നു. ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഇതിലൂടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലോട്ടസ് ടവറിൻ്റെ അവിടെ എത്താൻ പറ്റില്ല. അതിന് ഇതുവഴി എങ്ങനെ നടന്നു പോയിട്ട് വേണം അവിടെ എത്താൻ. ഏകദേശം ഒരു 700 മീറ്റർ ഇങ്ങനെ വളഞ്ഞു പോകണം. കാരണം ഞങ്ങൾ വിചാരിച്ച് ഇതിലൂടെ വഴിയുണ്ടെന്നാണ്. ഇത് അടിപൊളിയല്ലേ. അവിടെ ഒരുപാട് ഷോപ്പുകളൊക്കെ നമുക്ക് കാണാം.
പിന്നെ അവിടെ തന്നെ കഫേകളൊക്കെ കാണാം. അതങ്ങതാ ആ ഭാഗം വരെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഒരു ഓട്ടോക്ക് പോകാമെന്ന് കരുതി. 100 രൂപ, അതായത് ഇന്ത്യൻ രൂപ തന്നെയാണ്. 100 രൂപ, അതായത് LKR ഏകദേശം ഒരു 400-ൻ്റെ അടുത്തുണ്ടാവും അല്ലേ? 380 രൂപ പറഞ്ഞു ഉറപ്പിച്ചു. അതിൻ്റെ അത്രയും ഉണ്ടാവും. ഇതിലൂടെ നടക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം അല്ലെങ്കിൽ ഇതിലൂടെ നടക്കാമായിരുന്നു, അതില്ല. റോഡ് കൂടി പോകുമ്പോൾ ഒരു 2 കിലോമീറ്ററിൻ്റെ മുകളിലുണ്ട്. നടക്കുവാണെങ്കിൽ വേഗം എത്തും, പക്ഷേ വഴി ഒന്നും മനസ്സിലാകുന്നില്ല. ഇതൊക്കെ നമ്മൾ നടന്നു വന്ന വഴിയാണ്. ഇപ്പോൾ റോഡ് വഴി പോകുമ്പോൾ വേറെ തന്നെ വഴിയിലൂടെയാണ് പോകുന്നത്. നമ്മുടെ ഹോട്ടലൊക്കെ ഉള്ളത് അതുവഴിയാണ്. ഗോൾഡ് ഫേസ് ബീച്ചൊക്കെ നേരെയാണ്. ഇവിടെയാണ് കൊളംബോ ലോട്ടസ് ടവർ. എന്ത് ഹൈറ്റിലാണെന്ന് നോക്കിയേ. ഇവിടെ തന്നെ ഇതാ ബസ്സും ഉണ്ട്. ഇത് ആൾക്കാരെ കൊണ്ടുവന്ന വണ്ടിയാവാനാണ് ചാൻസ്. അടുത്തടുത്തെത്തുമ്പോൾ എന്തൊരു ഹൈറ്റാന്ന് നോക്കിയേ. അങ്ങ് അവിടെ വരെ നമുക്ക് കയറാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഏറ്റവും ടോപ്പ്. ശ്രീലങ്കയുടെ മെയിൻ ഒരു അട്രാക്ഷൻ തന്നെയാണ് ലോട്ടസ് ടവർ. ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് കയറിയാൽ സിറ്റിയുടെ നല്ലൊരു വ്യൂ കിട്ടും. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കയറുന്നില്ല, കാരണം ഇന്ത്യൻസിന്, അതായത് ഫോറിനേഴ്സിനൊക്കെ ഒരാൾക്ക് 1700 രൂപയാണ്. 2 പേര് കയറുമ്പം തന്നെ 3500 രൂപയോളം വരും. നല്ല കോസ്റ്റ്ലിയാണ് ഇവിടെ ഇതിൻ്റെ അകത്തേക്ക് ഫോറിനേഴ്സിനുള്ള ടിക്കറ്റ് ചാർജ്. അപ്പോൾ അതുവഴിയാണ് അതിൻ്റെ എൻട്രൻസ് ഒക്കെ വരുന്നത്. നമുക്കിത് പുറത്തുനിന്ന് കണ്ടിട്ട് തിരിച്ച് മടങ്ങാം. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, പക്ഷേ ശ്രീലങ്കക്കാർക്ക് ചാർജ് കുറവാണ്, കാരണം ഫോറിനേഴ്സിന് നല്ല പൈസയായി അല്ലേ. ശ്രീലങ്കക്കാർക്ക് 500 LKR എങ്ങാണ്ട് വരുന്നുള്ളൂ, അതായത് ചെറിയ പൈസ വരുന്നുള്ളൂ. ഫോറിനേഴ്സിനാണെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആണ്. ഇവിടുത്തെ ATMകളൊക്കെ കാണാൻ അടിപൊളിയാണ്. നമ്മളതിൽ ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പൈസയൊക്കെ വിഡ്രോ ചെയ്യാം. ഞങ്ങൾ ഇവിടുന്ന് ഏകദേശം ഒരു ഇന്ത്യൻ റുപ്പി 5000 ഒക്കെ വിഡ്രോ ചെയ്തിരുന്നു. അത് നമ്മുടെ റൂമിൻ്റെ ഭാഗത്തെ ATM നിന്നാണ്. ഒരു എക്സ്ട്രാ ചാർജ് ഉണ്ട്, 150 രൂപ എക്സ്ട്രാ പിടിക്കുന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇതുവഴി തന്നെയാണ് റെയിൽ ട്രാക്കും. പിന്നെ ഇവിടെ തന്നെ ഒരു ക്ഷേത്രമുണ്ട്. അത് ഇതുവഴി നടന്നു പോകുമ്പോൾ നമുക്ക് കാണാനായി സാധിക്കും. ഇത് ഇവിടെ തമിഴ്നാടൊക്കെ പോയാൽ നമുക്ക് കാണാൻ പറ്റില്ലേ. അങ്ങ് ദൂരത്തായി ഒരുപാട് കെട്ടിടങ്ങൾ കാണാം. സിറ്റി സെൻറ്റർ മാളാണ് ഇങ്ങ് ഇവിടെയായി കാണുന്നത്. ഒരുപാട് അകലെയാണത് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഈ ഭാഗത്ത് നമുക്ക് കാണാം. ഗോൾഡ് ഫേസ് ബീച്ചിലേക്ക് ഇതുവഴിയും അതുപോലെ തന്നെ ഇതിലൂടെയും ഒരു വഴിയുണ്ട്. 2 വഴി വേണമെങ്കിൽ പോവാം. ബുദ്ധിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റാച്ചു നമുക്കിവിടെ കാണാനായി സാധിക്കും. ഈ താഴിലേക്കൂടെ റെയിൽ ട്രാക്കാണ്. ഞങ്ങൾക്ക് ഞാൻ നേരെ കാണുന്ന വഴിയാണ് പോവേണ്ടത്. മിനിസ്റ്ററി ഓഫ് ക്രാബ്. ഇത് ശ്രീലങ്കൻ ക്രിക്കറ്റേഴ്സായ
മഹേല ജയവർദ്ധന അതുപോലെ തന്നെ കുമാർ സംഘക്കാര അവരുടെ രണ്ടുപേരുടെയും ഹോട്ടലാണിത്. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഹോട്ടലും സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ഇനിയിപ്പോൾ ഒരു മിൽക്ക് ഷേക്ക് കുടിക്കണമെന്നുണ്ട്. അതിനുള്ള ഒരു ഷോപ്പ് നോക്കി നടക്കുക. ഇവിടെ നല്ല ഇപ്പം ചൂടെടുത്ത് ഒരു വിധമായിട്ടാണുള്ളത്. ഐസ്ക്രീമോ ഷേക്കോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. ചോക്ലേറ്റ് മിൽക്ക് ഷേക്കും കൊണ്ട് ഇതാ നവി കടന്നു വരികയാണ്. റുപ്പീസ് 450 രൂപയാണ് ഒരെണ്ണത്തിന്. അതായത് ഇന്ത്യൻ റുപ്പീസിലേക്ക് വരുവാണെങ്കിൽ ഏകദേശം ഒരു 130 രൂപ. ഈ ചൂടിന് ഇതില്ലാതെ ശരിക്കും പറ്റില്ല അല്ലേ? നല്ല ചൂടാണ്. രാവിലെ ഇറങ്ങിയതാണ്, തിരിച്ചു വരുമ്പോഴത്തേക്കും ടോട്ടലി മടുത്ത്. കാരണം നല്ല വെയിലാണ്, ചൂടാണ് ഇവിടെ. ഇനി അടുത്തത് ശ്രീലങ്കേന്റെ കടൽ തീരം വഴിയുള്ള ഒരു ട്രെയിൻ യാത്രയാണ്. ഉച്ചയ്ക്ക് ശേഷം ഇനി അവിടത്തോട്ട് പോകാനുള്ളൂ. അപ്പോൾ ഞങ്ങളിനിപ്പോൾ നേരെ ഹോട്ടലിലേക്ക് പോയി ഫ്രഷൊക്കെ ആയി നേരെ സ്റ്റേഷനിലോട്ട് പോകും. അപ്പോൾ കൊളംബോയുടെ രാവിലത്തെ ഈ ഒരു ചെറിയൊരു കാഴ്ച എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ മറ്റു സംഘടനയിലേക്കും ബൈ.